വെൽക്കം ബാക്ക് ടു ആയുഷ് സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ? നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ളൊരു അടിപൊളി കറി, തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്കക്കുരു മാങ്ങ കറിയാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ. കുറച്ച് ചോറും ഈ ചക്കക്കുരു മാങ്ങയും കൂട്ടിയിട്ടുള്ള ഈ ഒരു കറിയും അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ചിക്കൻ പൊരിച്ചത്, അല്ലെങ്കിൽ നല്ലൊരു മീൻ പൊരിച്ചത്, അല്ലെങ്കിൽ ഉണക്കമീൻ പൊരിച്ചത്, ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്കക്കുരു മാങ്ങക്കറിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു അടിപൊളി ചക്കക്കുരു മാങ്ങക്കറി. അപ്പോൾ നമുക്കെന്തായാലും ഉണ്ടാക്കാം. ചക്കക്കുരു മാങ്ങാക്കറി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ചക്കക്കുരു വേണം. അതൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കൊണ്ടുവരണം. ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം കേട്ടോ. ആദ്യം ഒന്ന് ചക്കക്കുരു ഒന്ന് വേവിക്കണേ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ മാങ്ങയ്ക്ക് ചേർക്കുന്നത്. ചക്കക്കുരുവിൻ്റെ കൂടെ തന്നെ മാങ്ങ ചേർത്താലും മാങ്ങ വല്ലാണ്ട് അലിഞ്ഞു പോകും. അപ്പോൾ മാങ്ങ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടണം. അപ്പോൾ അത് കാരണം ചക്കക്കുരുവിൻ്റെ കൂടെ മാങ്ങ ചേർക്കണ്ട. അപ്പോൾ ഇതിൽ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിക്കാം കേട്ടോ. പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിലൊക്കെ മതി. എന്നിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ചക്കക്കുരു ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കട്ടെ. ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് മാങ്ങയുടെ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരുപാട് പുളിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് മാങ്ങ ഇട്ടാൽ മതി. ഇതൊരു മീഡിയം സൈസ് പുളിയാണ്, അതുകൊണ്ട് ഞാനൊരു മാങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ഏകദേശം ആയതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മാങ്ങ എണ്ണ ഇട്ടിട്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്ന് തന്നെ മാങ്ങ വേവ് കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളും കൂടി ചെയ്യാനുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയുള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, 3 കാന്താരി മുളകാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചതാണ്. അതെല്ലാം കൂടി ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ കൊണ്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ല. ആകെ ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ. പൊടികളുടെ എല്ലാം പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് തേങ്ങ ചിരകിയത്, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജാറ് കഴുകി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്നൊന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി. ഇനി നമുക്കിതിന് വറവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാലും ചേർക്കാം കേട്ടോ.
ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഒന്നെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം. ഇത് നമുക്ക് വറവിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വന്ന് തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വറവ് നമ്മുടെ കറിയിലേക്കും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡി. നമുക്കിനി ഇത് കറിയിലേക്കും കൂടി ചേർത്ത് കൊടുക്കാം ഈ വറവ്. ചക്കക്കുരു മാങ്ങ കറിയുടെ ഇവിടെ നല്ല കുറുകി നല്ല ചാറോട് കൂടി നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വറവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി. അപ്പോൾ നമുക്ക് വറവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡി. വളരെ സിമ്പിളല്ല തയ്യാറാക്കാൻ. ഇത് ചോറിൻ്റെ കൂടെ പെർഫെക്റ്റ് കോംബോ ആണെന്ന് ഞാനിങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്കറിയാമല്ലോ ചക്കക്കുരു കറി, ചക്കക്കുരു മെഴുക്ക് പുരട്ടി, ഇതൊക്കെ ചോറിൻ്റെ കൂടെ നല്ലൊരു കോംബോ തന്നെയാണ്. ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ ചക്ക സീസണാണ്. അപ്പോൾ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് നമുക്ക് ചക്കയും കൊണ്ടുള്ള വിഭവങ്ങളും ചക്കക്കുരു കൊണ്ടുള്ള വിഭവങ്ങളും അതേപോലെ തന്നെ മാങ്ങയും കൊണ്ട് മാമ്പഴങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സീസൺ കൂടിയാണ് ഈ ഒരു സമയം. അതുകൊണ്ട് ചക്കക്കുരു ഒന്നും കളയാതെ ചക്കക്കുരു കൊണ്ട് വെച്ചിട്ടുള്ള പല പല റെസിപ്പികളൊക്കെ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കൂ. കറിയായിട്ടും മെഴുക്ക് പുരട്ടി ആയിട്ടും പിന്നെ ലഡു ആയിട്ടും. ലഡുവിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു ലഡുവിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഈ കുറുകിയ ചാറോട് കൂടി ഇരിക്കുന്ന ഈ കറി കണ്ടിട്ട് എത്ര പേർക്ക് കൊതിയായി. കൊതിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, വേഗം പോയിട്ട് ഉണ്ടാക്കിക്കോ. ചക്കക്കുരു മാങ്ങക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലോട്ട് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയല്ലേ? അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.